ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതേ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ടു. നമ്മൾ രണ്ട് കലത്തിലാണ് കേട്ടോ അരി ഇടുന്നത്, ഒന്ന് ചുമലച്ചോറും ഒന്ന് വെള്ളച്ചോറും കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ സെറ്റാക്കുവാണ്. അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തിയും ഉള്ളിക്കറിയായിരുന്നു കേട്ടോ. അത് നമ്മുടെ പൊന്നമ്മയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ചേട്ടൻ ലോഡൊക്കെ എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ ലോഡ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാണ് കേട്ടോ എല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പയറൊക്കെ കാണും പിടി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അടുക്കളയിൽ പണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ട് പയറൊക്കെ പിടി കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അടുക്കളയിൽ പണിയാണെന്നുണ്ടെങ്കിൽ അമ്മയാണ് കേട്ടോ എല്ലാം പയറൊക്കെ പിടി കെട്ടി കൊടുക്കുന്നതുമൊക്കെ. അപ്പം ചേട്ടനാണെങ്കിൽ ചോറ് കൊണ്ടുപോകും, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോകും. അപ്പം ചേട്ടൻ വരുന്നതിന് മുന്നായിട്ട് കറികളൊക്കെ സെറ്റാക്കണം. അപ്പം ഞാൻ രാവിലെ തീയലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ തീയൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താണ് കേട്ടോ. അപ്പം രണ്ടുപേരും കൂടി ഇങ്ങനെ കൈ നീട്ടി, നമ്മുടെ റിച്ചൂട്ടനും ഇന്ദുരൂട്ടനും. പിന്നെ അവരുടെ കയ്യിൽ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. രണ്ടുപേരും ഇങ്ങനെ ടേസ്റ്റ് നോക്കുമായിരുന്നു കേട്ടോ. റിച്ചൂട്ടനാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടിച്ചു. പിന്നെയും അവനിങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെച്ചത് കിഴങ്ങ് മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഓമയ്ക്ക തോരനും വെച്ചു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ കറികൾ കേട്ടോ. പിന്നെ അതേപോലെ അരിയൊക്കെ അരിയൊക്കെ ഞാൻ അടച്ചിട്ടു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു കേട്ടോ ചേട്ടൻ വന്നത്. പിന്നെ ഞാനാണെങ്കിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനങ്ങനെ രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഒരു 10:30-11 മണിയൊക്കെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതിനിവിടെ അമ്മയൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്നെ വഴക്ക് പറയും, രാവിലെ ഉണ്ടാക്കുന്നതല്ലേ കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്തോ എനിക്കാണെങ്കിൽ ഈ ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടാണ്. അപ്പം ഒരു 10:30 ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ കറികളും ഒക്കെ ആവും. പിന്നെ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആഹാരം കഴിക്കാറ്. പിന്നെ അത് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഈ ടിന്നുകളൊക്കെ എടുത്തിട്ട് കഴുകുകയൊക്കെ വേണം. അടുത്ത ആഴ്ച ഇനിയും കഴുകണം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെല്ലാം വെച്ചു. അങ്ങനെ അടുക്കളയെല്ലാം വൃത്തിയാക്കി. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് നമ്മുടെ രുദ്രൂട്ടനും ദേവൂട്ടിയും കൂടെ അവർ രണ്ടുപേരും കൂടെ ചെരുപ്പ് കഴുകുകയാണ് കേട്ടോ. രണ്ടുപേരും ചെരുപ്പ് അവർ സ്വന്തമായിട്ട് കഴുകിയെല്ലാം വെക്കുവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിച്ചൂട്ടനെ ഞാൻ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവനെ കുളിപ്പിക്കാനൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, അടങ്ങിയൊക്കെ ഇരുന്ന് തരുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഞൊളപ്പാണ് കേട്ടോ. കുളിപ്പിക്കാൻ കൊണ്ട് നിർത്തുമ്പോഴേ ഭയങ്കര ഞൊളപ്പാണ്. അങ്ങനെ അവനെ കുളിപ്പിച്ച് അങ്ങനെ റൂമിൽ കൊണ്ടുവന്നു. ഇനിയിപ്പം ഇവനെ കുറച്ച് ക്രീമൊക്കെ തേച്ച് കുട്ടപ്പനാക്കാനുണ്ട്. നമ്മൾ സെബാമിഡിൻ്റെ ക്രീമാണ് കേട്ടോ അവന് തേക്കുന്നത്. അവൻ ജനിച്ച് ഒരു 6 ദിവസം ആയപ്പോൾ തൊട്ട് നമ്മൾ ഈ ക്രീമാണ് കേട്ടോ അവന് തേക്കുന്നത്. ഇച്ചിരി റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ക്രീമാണ് കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ക്രീമാണ് കേട്ടോ അവന് യൂസ് ചെയ്യുന്നത്. അപ്പം അവനെ കുളിപ്പിച്ച് അവനെ ഉറക്കാൻ നോക്കിയിട്ട് അവന് ഉറങ്ങുന്നില്ല കേട്ടോ. സാധാരണ അങ്ങനെയല്ല, കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. പക്ഷേ ഇപ്പം ഒരാഴ്ച കൊണ്ട് അവനാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല. പിന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ പകലൊന്നും അങ്ങനെ ഉറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ റിച്ചൂട്ടിനാണെങ്കിൽ അവിടെ താഴെ ഇരുത്തി അവനെ കളിക്കാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി വൃത്തിയാക്കലേ ഉള്ളൂ പണി. എന്ന് വെച്ചാൽ എൻ്റെ മോനുണ്ടല്ലോ, മൂത്ത മോൻ, അവനാണെന്നുണ്ടെങ്കിൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരിയിടും. അപ്പോൾ എനിക്ക് എന്നും വൃത്തിയാക്കാനേ ഉള്ളൂ നേരം ഞങ്ങളുടെ റൂം. അങ്ങനെ രണ്ടുപേരും കൂടെ ഞങ്ങൾ വൃത്തിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു നമ്മുടെ ദേവൂട്ടിയും രുദ്രൂട്ടനും. അങ്ങനെ വന്നേച്ച് രണ്ടുപേരോട് അവിടെ ഇരുന്ന് ക്രീം പന്നം തിന്നുകൊണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ഞാൻ അവിടെ മൊത്തവും വൃത്തിയാക്കി കേട്ടോ. അങ്ങനെ റൂമെല്ലാം വൃത്തിയാക്കി റിച്ചൂട്ടനെ നമ്മുടെ അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാനാണെങ്കിൽ ചോറ് പൊതിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ചോറ് കൊണ്ടുപോയില്ലായിരുന്നേ. ഇവിടെ നമ്മുടെ അടുത്തുള്ള റൂട്ടായിരുന്നു ഇന്ന്, ഇവിടെ വഴിപാടി റൂട്ടായിരുന്നേ. അപ്പം ചേട്ടനാണെങ്കിൽ എന്നോട് പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങ് വന്നോളാം, വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ്, ഇവിടെ അടുത്തായതുകൊണ്ട്.
അപ്പം ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇല വാട്ടിയിട്ട് അതിനകത്താണ് കേട്ടോ ചോറ് കൊടുത്തു വിട്ടത്. അന്നേരം ഇന്ന് എന്നോട് പറഞ്ഞ് ഇന്നും അതേപോലെ ഇലക്കകത്ത് വാട്ടി ചോറ് പൊതിഞ്ഞ് വെച്ചേരെ, ഞാൻ ഉച്ചയ്ക്ക് വന്ന് ഇവിടെ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം സാധാരണ ഞാൻ പാത്രത്തിനകത്താക്കിയാണ് കേട്ടോ കൊടുത്തു വിടാറ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇലക്കകത്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞ് ഇന്നലത്തെ പോലെ ഇലക്കകത്ത് വാട്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോറെല്ലാം പൊതിഞ്ഞെല്ലാം വെച്ചു. ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും ചോറൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ട് നേരെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നേ കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഒരാഴ്ച കൊണ്ട് നമ്മുടെ റിച്ചോട്ടിന് രാവിലെ പാമ്പേഴ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ രാവിലെയും വൈകിട്ടുമാണ് കേട്ടോ ഉപയോഗിക്കുന്നവന് പാമ്പേഴ്സ്. പിന്നെ ഇപ്പം ഞാനങ്ങനെ രാവിലെ ഉപയോഗിക്കുന്നില്ല, രാത്രി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് കുറേ തുണി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കഴുകിയിട്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രൂട്ടനാണെന്നുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ അവിടെ കുറേ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അടുക്കി ഒതുക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതിങ്ങനെ എടുത്ത് താഴെ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ അല്ലല്ലല്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ അതിൽ നിന്ന് നൈസായിട്ട് അങ്ങ് കൈയെടുത്ത് കേട്ടോ. കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും തേയിലവെള്ളമൊക്കെ ഇട്ടു. ഇവിടെ നമ്മൾ തേയിലവെള്ളമാണ് കേട്ടോ കുടിക്കാറ് വൈകിട്ട്. രാവിലെ നമ്മൾ പാൽ ചായയാണ്, വൈകുന്നേരം തേയിലവെള്ളമാണ് കേട്ടോ ഇടുന്നത്. അപ്പം തേയിലവെള്ളം പിന്നെ അതേപോലെ ഇലയപ്പം. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രുദ്രനും ദേവനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. ഇതിൽ ഞാൻ തേങ്ങയും അതേപോലെ ശർക്കരയും കൂടെ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മുടെ രുദ്രൂട്ടനും ദേവൂട്ടിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്ന് തൊട്ട് രുദ്രൂട്ടനാണെങ്കിൽ എന്നോട് എപ്പോഴും വന്നിട്ട് പറയും, അമ്മ അന്ന് ഉണ്ടാക്കി അപ്പം എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് ഇപ്പം ഇലയുടെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ. അങ്ങനെ ഇലയുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിപ്പം പുഴുങ്ങിയെടുക്കണം. അതിന് ഇഡലിക്കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സാധാരണ നമ്മൾ കല്ലേലിട്ടും ഉണ്ടാക്കാറുണ്ട്, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ അപ്പിയാണെന്നുണ്ടെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചത് എനിക്കാണെങ്കിൽ ചന്ദനമൊക്കെ ആയിട്ട് വരുവാണ് കേട്ടോ. അപ്പം അപ്പിയാണ് കേട്ടോ ഇവിടെ വിളക്ക് കത്തിക്കാറ്. ഇത് നമ്മുടെ കുടുംബാമ്പലമാണ് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകിട്ടും അപ്പിയാണ് കേട്ടോ ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ ചേട്ടൻ ലോഡൊക്കെ തീർത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഫുള്ളും തീർത്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ രുദ്രൂട്ടനെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ്റെ അച്ഛൻ പോയി ഒരു 6:30 ആയപ്പോൾ അവൻ്റെ അച്ഛൻ പോയി അവനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവൻ്റെ സ്ഥിരം പണിയാണ് കേട്ടോ ഇത്. സെറ്റിയ കിടക്കുന്ന തുണി എടുത്തിട്ട് താഴെ ഇടുക, പിന്നെ അതെടുത്ത് മണ്ടയ്ക്കിടും, പിന്നെ ഇപ്പോൾ അതെടുത്ത് അത് താഴെ ഇടുവേ, അത് താഴെ ഇടുക. ഇതൊക്കെയാണ് കേട്ടോ ഇവൻ്റെ പണി. ഈ കുരുപ്പുണ്ടല്ലോ ഭയങ്കര സാധനമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രുദ്രൂട്ടനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഉമ്മ വെക്കാനോ അവനെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അവനിപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടക്കുവാണെന്നുണ്ടെങ്കിലോ ഒക്കെ ഭയങ്കര അസൂയാണ് കേട്ടോ. അവനാണെങ്കിൽ ഓടി വന്നിച്ച് അവനെ തെള്ളി മാറ്റിയിട്ട് അവൻ എൻ്റെ ഇടയ്ക്ക് കിടക്കും. പിന്നെ അതേപോലെ അവൻ്റെ മുടി ചീകാനോ ഒന്നും പറ്റത്തില്ല. അപ്പോഴത്തേനും ഇവൻ ഹാളിലിരിക്കുക, ഇപ്പം ഞങ്ങൾ റൂമിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് ഓടി വരും കേട്ടോ ഞങ്ങളുടെ അടുക്കയിൽ. എന്നിട്ട് ഇവനെ പിടിച്ച് തെള്ളി മാറ്റും നമ്മുടെ രുദ്രൂട്ടനെ. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.